ആവാസ് ഉറുദു ഫൗണ്ടേഷൻ്റെ ഓൺലൈൻ പരിശീലനത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. സബ്കോ ആദാബ്. ഇന്ന് നമ്മൾ വിവരിക്കുന്നത് ഗൂഗിൾ ഫോമിനെ കുറിച്ചാണ്. ഗൂഗിൾ ഫോം ഉപയോഗിച്ച് വിവിധ സർവേകൾ നടത്തുന്നതിനും വിവരശേഖരണം നടത്തുന്നതിനും അതുപോലെ തന്നെ ഓൺലൈൻ ക്വിസ് മത്സരം നടത്തുക, പല രജിസ്ട്രേഷനുകളൊക്കെ നടത്തുന്നതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഗൂഗിളിൻ്റെ ഒരു സംവിധാനമാണ് ഗൂഗിൾ ഫോം എന്നുള്ളത്. ഗൂഗിൾ ഫോമിനെ കുറിച്ച് നിങ്ങൾ ഏറെ കേട്ടിട്ടുണ്ടാവും, പല ഫോമുകളും ഫില്ല് ചെയ്തിട്ടുണ്ടാകും. എങ്ങനെയാണ് അത് നമുക്കും ക്രിയേറ്റ് ചെയ്യാൻ കഴിയുക, എങ്ങനെയാണ് അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നാണ് ഈ അധ്യായത്തിലൂടെ നിങ്ങളോട് സംവദിക്കുന്നത്. ഇമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചാണ് ഗൂഗിൾ ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഏത് ഇമെയിലിൽ നിന്നാണോ ഈ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്തത്, ആ മെയിൽ തുറന്നുകൊണ്ട് അതിലൂടെ കളക്ട് ചെയ്യുന്ന വിവരങ്ങൾ അയാളിലേക്ക് ശേഖരിക്കാൻ കഴിയും. ഒരു മെയിൽ ഐ ഡി ഉപയോഗിച്ച് ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ വിവരശേഖരണം നടത്തുകയാണെങ്കിൽ ആ മെയിൽ ലോഗിൻ ചെയ്ത് അതിലൂടെ കിട്ടുന്ന വിവരശേഖരണം ഒരു എക്സൽ ഷീറ്റിലേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പോൾ നമുക്ക് ഗൂഗിൾ ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാണ്. ആദ്യമായിട്ട് നമ്മൾ മെയിൽ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ മെയിൽ ലോഗിൻ ചെയ്യുകയാണ്. മെയിൽ തുറന്നു വന്ന് കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ മെയിലിൻ്റെ വലതുവശത്തുള്ള 9 പുള്ളികളുള്ള ഗൂഗിൾ ആപ്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ ഡ്രൈവ് തുറക്കുക. ഗൂഗിൾ ഡ്രൈവ് ഗൂഗിൾ നമുക്ക് നൽകുന്ന ഒരു സേവനമാണ്. ഇതിൽ നമുക്ക് 15 GB ഡാറ്റ സൗജന്യമായി സേവ് ചെയ്ത് വെക്കാൻ കഴിയും. നമ്മുടെ മൊബൈലിലെയും മറ്റും വിവരങ്ങളൊക്കെ നഷ്ടപ്പെടാതെ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മുടെ മെയിൽ ഉപയോഗിച്ച് എവിടെ നിന്നത് തുറന്ന് ഉപയോഗപ്പെടുത്താനും കഴിയും. ഈ ഗൂഗിൾ ഡ്രൈവിലെ ഇടതുവശത്തായി ന്യൂ എന്നൊരു ബട്ടൺ ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് താഴെ വന്നാൽ ഒരു മോർ എന്നുള്ള ബട്ടണിൽ നമുക്ക് ഗൂഗിൾ ഫോം ലഭ്യമാണ്. അപ്പോൾ പുതിയ ഒരു വിൻഡോയിൽ ഗൂഗിൾ ഫോം തുറന്നു വരും. ഇതാണ് ഗൂഗിൾ ഫോമിൻ്റെ ആദ്യത്തെ സ്ക്രീന്. ഇവിടെയാണ് നമ്മൾ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഫോമിൽ നമുക്ക് മുകളിലായിട്ട് അൺടൈറ്റിൽഡ് ഫോം ഡിസ്ക്രിപ്ഷൻ എന്നിവ കാണാം. ഇവിടെ നമുക്ക് നമ്മുടെ ഫോമിൻ്റെ ഹെഡിങ്ങും ഫോം ഫില്ല് ചെയ്യാൻ കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നൽകാവുന്നതാണ്. അതിനുശേഷം താഴെയാണ് നമ്മൾ ചോദ്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുക. നമുക്ക് ചോദ്യങ്ങൾ പല വിധത്തിൽ ടൈപ്പ് ചെയ്യാൻ കഴിയും. നമ്മൾ നൽകുന്ന ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ്, ഷോർട്ട് ആൻസർ, പാരഗ്രാഫ്, ചെക്ക് ബോക്സ്, ഡ്രോപ്പ് ഡൗൺ, അതുപോലുള്ള പല ചോദ്യങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. ഇവിടെ നമ്മൾ വിവരശേഖരണത്തിന് ആദ്യമായിട്ട് ഒരു പേര് എന്ന് ടൈപ്പ് ചെയ്യുക. അതിന് നമ്മളിവിടെ ഏത് വിഭാഗത്തിൽ ഷോർട്ട് ആൻസർ ടൈപ്പായിട്ടാണ് ഞാൻ നൽകുന്നത്. ഇവിടെ താഴെ ചോദ്യങ്ങൾ നൽകുമ്പോൾ നമുക്ക് ആ നൽകിയ ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. ഒരു ചോദ്യം നൽകി അതേപോലുള്ള വീണ്ടും ഒരു ചോദ്യം ചെറിയ മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കണം. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. ഒപ്പം തന്നെ നമ്മൾ നൽകുന്ന ചോദ്യം ഒരു മാൻഡേറ്ററി ഫീൽഡ് സ്റ്റാർ ഉള്ള ഫീൽഡാക്കി മാറ്റണം. ഇവിടെ റിക്വയർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. വീണ്ടും ചോദ്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പ്ലസ് ചിഹ്നം ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഇതിൽ വേറെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്താവണം. മത്സരങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ, ക്വിസ് മത്സരങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ്. ഇവിടെ ഇമേജ് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മത്സരങ്ങളൊക്കെ നടത്തുമ്പോൾ 2-3 സെക്ഷനുകളൊക്കെ ആക്കിയിട്ട് നമ്മുടെ ഈ ഗൂഗിൾ ഫോമിനെ മാറ്റാവുന്നതാണ്. ആദ്യം വിവരശേഖരണം നടത്തുന്നതിനുള്ള സെക്ഷൻ, പിന്നെ ചോദ്യങ്ങൾ നൽകുന്നതിനുള്ള സെക്ഷൻ, അങ്ങനെയൊക്കെ നൽകാവുന്നതാണ്. ഇതിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഞാൻ മുൻകൂട്ടി തയ്യാറാക്കി വെച്ച ഒരു ഫോമാണ് ഇത് ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതിൽ ഞാൻ ഇവിടെ അൺടൈറ്റിൽഡ് എന്നിടത്ത് മാറ്റി ആവാസ് ഉറുദു എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഫോമിൽ പേര്, സ്കൂളിൻ്റെ പേര്, ജില്ല, അതുപോലെ തസ്തിക, ഫോണ് എന്നിവയാണ് ആദ്യത്തെ സെക്ഷനിൽ നൽകിയിട്ടുള്ളത്. ഈ പേരും സ്കൂളൊക്കെ ഷോർട്ട് ആൻസർ ടൈപ്പാണ് നൽകിയിട്ടുള്ളത്. ഈ ജില്ല കൊടുക്കുന്നത് ഡ്രോപ്പ് ഡൗൺ ബോക്സ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഫോമിൽ നിന്ന് ഏത് ജില്ലയാണെന്ന് സെലക്ട് ചെയ്യാൻ കഴിയും. ഇവിടെ തസ്തിക നൽകിയിട്ടുള്ളത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ടിക്ക് ചെയ്യാൻ കഴിയുക. പിന്നെ ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് ഈ ഫോമിൽ.
അടുത്ത ഒരു സെക്ഷനായിട്ടാണ് നൽകുന്നത്. സെക്ഷൻ നൽകുമ്പോൾ ഇവിടെ അവസാനത്തെ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ആഡ് സെക്ഷൻ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് സെക്ഷൻ കിട്ടുക. ആ സെക്ഷനിൽ നമുക്ക് പിന്നെ ഹെഡിങ്ങും മറ്റു നിർദ്ദേശങ്ങളൊക്കെ നൽകാവുന്നതാണ്. പിന്നെ നമ്മൾ ഇവിടെ ഒരു മത്സരം നടത്തുന്നതിനുള്ള ചോദ്യങ്ങൾ എന്നുള്ള രൂപത്തിലാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ നൽകുമ്പോൾ ചോദ്യങ്ങൾ നൽകിയതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആൻസർ കീയിൽ ക്ലിക്ക് ചെയ്താൽ ഏതാണോ ആൻസർ എന്നതിൽ ടിക്ക് ചെയ്ത് കൊടുക്കുകയും അതിന് എത്ര പോയിൻ്റാണ് എന്ന് നൽകുകയുമാണ് വേണ്ടത്. ഇവിടെ ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം ഇവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്, പോയിൻ്റ് നൽകിയിട്ടുണ്ട്. എന്നിട്ട് ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു ചോദ്യം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആൻസർ കീയിൽ ക്ലിക്ക് ചെയ്തിട്ട് ആണ് ഏതാണോ ശരി ഉത്തരം എന്നുള്ളത് നേരെ ടിക്ക് അടിക്കുക. ഇവിടെ ഏതാണോ ശരി ഉത്തരം എന്നുള്ളതിന് ടിക്ക് അടിച്ച് അതിന് വേണ്ട പോയിൻ്റ് നൽകി ഡൺ എന്നതിൽ ക്ലിക്ക് ചെയ്യണം. അതാണ് സേവ് ആവുക. ചോദ്യങ്ങൾ നൽകുമ്പോൾ കഴിയുന്നതും റിക്വേർഡ് നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതിൽ ഇപ്പോൾ ഒരു ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചിത്രം ആരുടേതാണ് എന്നുള്ള ചോദ്യത്തിൽ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിത്രം ഉൾപ്പെടുത്താൻ ഈ ചോദ്യം ടൈപ്പ് ചെയ്ത ഉടനെ ഇവിടെയുള്ള ഈ ഇമേജ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ ആഡ് ഇമേജ് എന്ന് കൊടുക്കുകയോ ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്താൽ ഒരു പുതിയ വിൻഡോയിലേക്ക് പോവുകയും ഇവിടെ ബ്രൗസ് ചെയ്തുകൊണ്ട് നമ്മളെ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് അവിടേക്ക് ഇൻസെർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ചേരുംപടി ചേർക്കുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നൽകാവുന്നതാണ്. ഇതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ഗ്രിഡ് എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ആൻസർ കീ നൽകുമ്പോൾ ഓരോന്നിൻ്റെയും ശരി ഉത്തരങ്ങൾ ടിക്ക് ചെയ്ത് പോയിൻ്റ് നൽകുകയാണ് വേണ്ടത്. ഈ ഗൂഗിൾ ഫോം ചെയ്യുമ്പോൾ നമ്മൾ നൽകുന്ന വിവരങ്ങളൊക്കെ ഓൺലൈൻ ആയിക്കൊണ്ടാണ് നൽകുന്നത്. അതുകൊണ്ട് അപ്പോൾ തന്നെ അത് സേവ് ആകുന്നുണ്ട്. ഒരു ഫോം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് റെസ്പോൺസ് എന്നുള്ളതാണ്. ഈ റെസ്പോൺസിൽ ആരെങ്കിലുമൊക്കെ ഈ ഫോം നമ്മൾ ആൻസർ നൽകുന്നതിന് വേണ്ടി അയച്ചു കൊടുക്കും. അതിലേക്ക് വരുന്ന വിവരങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഗ്രാഫ് പോലെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ വിവരങ്ങൾ നമുക്ക് ഇന്ന സമയം മുതൽ ഇന്ന സമയം മതി എങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് വെക്കുകയും ഓഫാക്കി വെക്കുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ആക്സെപ്റ്റിംഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്കിത് ഓഫാക്കി വെക്കാവുന്നതാണ്. ക്വിസ് മത്സരങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്ക് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എന്ന് വേണമെങ്കിൽ ഇവിടെ വെച്ച് നിജപ്പെടുത്താവുന്നതാണ്. ഇവിടെ വെക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഓഫാക്കി വെച്ചിട്ടുള്ളത് വല്ല മെസ്സേജ് നൽകണമെങ്കിൽ നമുക്കിവിടെ മെസ്സേജ് നൽകാവുന്നതാണ്. പിന്നെ ഇവിടെ ഈ സെറ്റിങ്സിൽ നമ്മൾ വിവരങ്ങളൊക്കെ നൽകിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു CSV ഫയലായി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഇത് തയ്യാറാക്കുമ്പോൾ പരീക്ഷണത്തിന് വേണ്ടി പ്രതികരണങ്ങളൊക്കെ നൽകുകയും ആ പ്രതികരണങ്ങളൊക്കെ മത്സരം തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാം ഡിലീറ്റ് ആൾ റെസ്പോൺസ് ഒരു ഫോമിൽ വിവരശേഖരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനും ഇവിടെ ലഭ്യമാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ മുകളിൽ 3 പ്രധാന ബട്ടണുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ കസ്റ്റമൈസ് തീം നമ്മളുടെ ഫോമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും ഫോണ്ട് ഒക്കെ നമുക്ക് ഫോണ്ട് സ്റ്റൈലുകളൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ്. ഇവിടെ ഞാൻ നീല കളറാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു ബ്ലൂ കൊടുക്കണമെങ്കിൽ അങ്ങനെ നൽകാവുന്നതാണ്. അപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇവിടെയും മറ്റേ കളറുകൾ ലൈറ്റ് കളറുകൾ ഇതിലുള്ളത് കൊടുക്കാവുന്നതാണ്. ഫോണ്ട് സ്റ്റൈല് ഇവിടെ മാറ്റാവുന്നതാണ്. പിന്നെ ഉള്ളത് ഇവിടെ ഒരു സെറ്റിങ്സ് എന്നുള്ള ബട്ടൺ ഉണ്ട്. ഈ സെറ്റിങ്സിൽ പ്രധാനമായിട്ട് 3 ടാബുകൾ ആണുള്ളത്. ജനറൽ ആയിട്ടുള്ള കളക്ട് ഇമെയിൽ അഡ്രസ്സ്. ഇവിടെ നമ്മൾ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ടിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോമിൽ ഇമെയിൽ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ചെയ്യും. ഇവിടെ ടിക്ക് ചെയ്ത് സേവ് കൊടുത്താൽ നമ്മളെ ഫോമിൽ ഇമെയിൽ കളക്ട് ചെയ്യുന്നുള്ള ചോദ്യം വരുന്നതാണ്. ഇമെയിൽ ലോഗിൻ ചെയ്തവർക്ക് മാത്രമാണ് ഇതിൽ വിവരങ്ങൾ നൽകാൻ കഴിയുക. ഒരാൾക്ക് എത്ര വിവരങ്ങൾ നൽകാമെന്ന് വേണമെങ്കിൽ നമുക്ക് ലിമിറ്റ് ചെയ്യാവുന്നതാണ്. ഒരാൾക്ക് മത്സരക്കാണെങ്കിൽ 1 എന്ന് നൽകിയാൽ ഒരു തവണ മാത്രമാണ് വിവരങ്ങൾ നൽകാൻ കഴിയുക. അപ്പോൾ തന്നെ താഴെ റെസ്പോൺസിന് മറ്റുള്ള സൗകര്യങ്ങൾ ഇതിൽ ലഭ്യമാണ്. അവർ നൽകിയ വിവരങ്ങൾ തിരുത്തുന്നതിന് വേണമെങ്കിൽ ഇവിടെ ടിക്ക് നൽകാവുന്നതാണ്. അവർക്ക് അതിൻ്റെ സമ്മറി ചാർട്ട് കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇവിടെ ടിക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ടിക്കൊന്നും നൽകിയിട്ടില്ല. പിന്നെ ഇതിൽ പ്രസൻറ്റേഷൻ എന്നുള്ള ഒരു ടാബുണ്ട്. ഇവിടെ അവർക്ക് പ്രോഗ്രസ് ബാർ അവർ ചെയ്ത വിവരത്തിൻ്റെ പ്രോഗ്രസ് ബാർ അത് കാണാവുന്നതാണ്. ഒപ്പം തന്നെ മത്സരങ്ങളൊക്കെ നടത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ ചോദ്യങ്ങളൊക്കെ ഓർഡർ മാറി ഷഫിൾ ചെയ്ത് വരുന്ന രൂപത്തിൽ ഇതിൽ കൊടുത്താൽ നൽകുന്നതാണ്. താഴെ കൺഫർമേഷൻ മെസ്സേജ് നൽകാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഫോമിൽ വിവരങ്ങൾ നൽകിയതിന് ശേഷം എന്ത് മെസ്സേജാണ് കിട്ടുന്നത് എന്നുള്ളത് ഇവിടെ നൽകാവുന്നതാണ്. പിന്നെ ഇതിൽ ക്വിസ് എന്നുള്ള ഒരു ടാബുണ്ട്. ഇവിടെ മേക്ക് ദിസ് ക്വിസ് എന്ന് ആക്കി വെക്കുന്നതോടുകൂടി നമ്മളെ
ഇതിൽ ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന എക്സൽ ഷീറ്റിൽ അത് ചോദ്യങ്ങളുടെ മാർക്കൊക്കെ ഓട്ടോമാറ്റിക്കലി തന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ ഈ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ മത്സരം നടത്തുകയാണെങ്കിൽ, ക്വിസ് മത്സരമൊക്കെ നടത്തുകയാണെങ്കിൽ അവരുടെ മാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ വരുന്ന രൂപത്തിൽ ഇവിടെ നൽകാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിന് ശേഷം നമുക്ക് മാർക്കുകൾ നൽകുന്ന സംവിധാനങ്ങൾ വരാം. അതുപോലെ ഇതിൽ മിസ്ഡ് ക്വസ്റ്റ്യൻസ്, കറക്റ്റ് ആൻസർ, പോയിൻ്റ് വാല്യൂ എന്നൊക്കെ സംവിധാനങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ഓരോന്ന് ചെയ്ത് ഉപയോഗപ്പെടുത്താൻ നോക്കാം. ഇതെല്ലാ സെറ്റിങ്സും മാറ്റി കഴിഞ്ഞിട്ട് താഴെ റൈറ്റ് സൈഡിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. റെസ്പോൺസസ് പേജിൽ ആക്സെപ്റ്റിംഗ് റെസ്പോൺസ് ഓൺ ആണെങ്കിലാണ് നമുക്ക് വിവരശേഖരണം നടത്താൻ കഴിയുക. ഇവിടെ പ്രിവ്യൂ ബട്ടൺ ഉണ്ട് നടുവിലായിട്ട്. ഈ പ്രിവ്യൂവിൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പുതിയ വിൻഡോ തുറക്കുന്നതാണ് നമ്മൾ തയ്യാറാക്കിയ ഫോം. ഇവിടെ നമുക്ക് കാണാം, ആദ്യം വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങൾ നൽകി കഴിഞ്ഞ് താഴെ ഒരു നെക്സ്റ്റ് ബട്ടൺ വന്നിട്ടുണ്ട്. ഇത് ഈ URL ആണ് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഷെയർ ചെയ്ത് നൽകുന്നത്. ഇവർക്ക് ഈ ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഫോം ഫില്ല് ചെയ്യാൻ കഴിയുക. അതോടൊപ്പം തന്നെ ഇവിടെ ഈ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് ഇത് ഷെയർ ചെയ്ത് നൽകാവുന്നതാണ്. ഇവിടെ സെൻഡ് ഫോം ചെയ്യുന്നാൽ നമുക്ക് മെസ്സേജ് വഴിയിട്ടും ലിങ്കായിട്ടൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാവുന്നതാണ്. ഈ ലിങ്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ലിങ്ക് നമുക്ക് കിട്ടും. ഇതൊന്ന് ഷോർട്ടൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലിങ്ക് ഒന്ന് ഷോർട്ടായി മാറും. ഇത് നമുക്ക് കോപ്പി ചെയ്ത് വാട്സപ്പിൽ നൽകുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്നും കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കോപ്പി ആയിട്ടുണ്ട്. നമ്മുടെ മൊബൈലും കമ്പ്യൂട്ടറും ഒരേ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ KD കണക്റ്റ് എന്ന ആപ്ലിക്കേഷൻ മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ എൻ്റെ മൊബൈലും കമ്പ്യൂട്ടറും ഒരേ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ അവിടെ കോപ്പി ചെയ്തുകൊണ്ട് ഞാൻ വാട്സപ്പ് തുറന്ന് അത് പേസ്റ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക്. അത് വാട്സപ്പിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ഫോമിൻ്റെ വിവരങ്ങൾ അവിടെ കാണാവുന്നതാണ്. ഇനി ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് വിവരങ്ങൾ നൽകാവുന്നതാണ്. എന്നാൽ നമുക്ക് നമ്മുടെ ഫോം കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് വിവരങ്ങൾ നൽകാവുന്നതാണ്. ഞാൻ എൻ്റെ വിവരങ്ങൾ ഇതിൽ അടിച്ച് നൽകുകയാണ്. ഫോൺ ആദ്യ സെക്ഷനിലെ വിവരങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അടുത്ത സെക്ഷനിലേക്ക് പോകുന്നതാണ്. ഇവിടെ നമുക്ക് ചോദ്യങ്ങൾ ലഭ്യമാണ്. നമ്മുടെ നൽകിയ ചിത്രങ്ങളുമൊക്കെ ഇതിലുണ്ട്. ഇനി ചോദ്യങ്ങൾ വായിച്ച് കുട്ടികൾക്ക് എല്ലാവർക്കും ഉത്തരങ്ങൾ നൽകാവുന്നതാണ്. ഇവിടെ എല്ലാം ഞാൻ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇനി സബ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നൽകിയ മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ സ്ക്രീനിൽ റെസ്പോൺസ് എന്നുള്ളതിൽ 1 എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരാൾ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഗ്രാഫുകൾ ഇതിൽ ലഭ്യമാണ്. അങ്ങനെ ഓരോരുത്തരും റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ച് എണ്ണം കൂടുകയും അതിനനുസരിച്ച് ഈ ഗ്രാഫുകളിലൊക്കെ മാറ്റം വരുന്നതാണ്. ഈ വിവരങ്ങൾ നമുക്ക് ഒരു എക്സൽ ഷീറ്റിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് ഇവിടെ പ്ലസ് എന്ന് കാണുന്ന ഒരു ക്രിയേറ്റ് സ്പ്രെഡ് ഷീറ്റ്, ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു സ്പ്രെഡ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അത് നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ആയിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് അതിന് പേര് നൽകാവുന്നതാണ്. ഞാനൊരു പേര് നൽകി ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി ഇവിടെ അത് ഓപ്പൺ ചെയ്യണോ എന്നുള്ളത് ചോദിക്കും. അപ്പോൾ നമ്മൾ ഓപ്പൺ എന്ന് കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഫയൽ നമ്മുടെ ഡ്രൈവിൽ സേവ് ആയിട്ടുണ്ടാകും. ഓരോ പ്രതികരണം വരുന്നതനുസരിച്ച് ഇവിടെ ഇങ്ങനെ താഴേക്ക് വരുന്നതാണ്. ഇത് അവർ പ്രതികരിച്ച സമയവും ഇതിൽ ചേർത്തിട്ടുണ്ടാവും. ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഫയലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് എക്സൽ ആയിട്ടോ അതോ ഉബുണ്ടുവിലോ ODS ഫോർമാറ്റിലോ PDF ഒക്കെ ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ മത്സരം കഴിഞ്ഞാൽ ലിങ്ക് ഓഫാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മെസ്സേജ് മാറ്റി നൽകാവുന്നതുമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഫോംസ് ആപ്പ് ലഭ്യമാക്കിക്കൊണ്ട് ഈ സേവനങ്ങൾ നമുക്ക് മൊബൈൽ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ഫോം ആപ്സ് തുറക്കുക. ഇവിടെ ഗൂഗിൾ ഫോംസ് നമ്മൾ എടുക്കുക. ആദ്യമായിട്ട് ഈ ഗൂഗിൾ ഫോം തുറക്കുന്ന സമയത്ത് നമ്മൾ മെയിൽ ID ചോദിക്കുന്നതാണ്. അത് ഇമെയിൽ ID നൽകിക്കൊണ്ട് ലോഗിൻ ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മൾ നൽകിയ ഈ ഫോം നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഫോം ഉണ്ട്. നമുക്ക് തുറന്ന് അതിൽ മാറ്റങ്ങൾ വരുത്തുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഈ ഫോം കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയ ഫോം എടുക്കണതിൻ്റെ വരുത്താവുന്നതാണ്. നമുക്ക് എഡിറ്റ് ഫോം എന്ന് ഞാൻ എടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫോം ഇവിടെ കാണാവുന്നതാണ്. ഇപ്പോൾ പേര്, സ്കൂൾ, ജില്ല അങ്ങനെ നൽകിയിട്ടുണ്ട്.
ഇതിലെന്തെങ്കിലും തിരുത്തുകളോ മറ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഫോം ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മളെ ലിങ്ക് കോപ്പി ചെയ്തിട്ടോ മറ്റ് ഏത് രൂപത്തിലാണെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് പോലെയുള്ള മാറ്റങ്ങൾ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനത്തെ പോലെയുള്ള ഫോമിൽ മാറ്റങ്ങൾ വരുത്തുന്നുള്ള സംവിധാനങ്ങൾ കിട്ടുന്നതാണ്. അതുപോലെ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ റെസ്പോൺസുകൾ കാണാവുന്നതാണ്. വ്യൂ റെസ്പോൺസസ് പേജിൽ ക്ലിക്ക് ചെയ്താൽ റെസ്പോൺസുകളും നമുക്ക് കാണാവുന്നതാണ്. കൂടുതൽ റെസ്പോൺസ് ഉണ്ടെങ്കിലാണ് നമ്മളെ ഗ്രാഫുകളൊക്കെ അതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു. കമ്പ്യൂട്ടർ മൊബൈലൊക്കെ ഉപയോഗപ്പെടുത്തി ഗൂഗിൾ ഫോമിൻ്റെ കൂടുതൽ വിവരങ്ങൾ പ്രാക്ടിക്കലായി ചെയ്തു പഠിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ശുക്രിയ.